നമസ്കാരം. കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് പോവുകയാണ് യുകെയിലെ ആരോഗ്യ ചികിത്സാ രംഗം. വെറുതെ കിടന്ന് അവകാശവാദങ്ങൾ പറഞ്ഞ് വീമ്പിളക്കാതെ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ യുകെയിലെ NHS ശൃംഖലയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികൾ ഇപ്പോൾ നേരിടുന്ന നീണ്ട കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് സർക്കാർ വകുപ്പുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്താനും സ്ത്രീകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കുട്ടിക്കാലത്തെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾ NHS ഇംഗ്ലണ്ട് ഒഴിവാക്കുകയാണ്. പറഞ്ഞത് നടക്കുന്നുമില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നുമില്ല എന്ന അവസ്ഥയിലാണിപ്പോൾ ലേബർ സർക്കാരിൻ്റെ NHS. സർക്കാർ തീരുമാനപ്രകാരം മുൻഗണനാ മാനദണ്ഡങ്ങളിൽ ഒരു നിലപാടുമില്ലാതെ തലങ്ങും വിലങ്ങും മാറ്റം വരുത്തിയിരിക്കുന്നു. ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് 2024-25 NHSന്റെ മുൻഗണനാ പട്ടിക 32-ൽ നിന്ന് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 18ആയി കുറച്ചു. ദന്തചികിത്സ, പക്ഷാഘാതം തടയാൻ കൂടുതൽ ആളുകൾക്ക് മരുന്നുകൾ, പഠന വൈകല്യമുള്ളവർക്ക് പരിചരണം വർദ്ധിപ്പിക്കാനുള്ള പ്രതിജ്ഞകൾ ഒക്കെ ആരോഗ്യമേഖല ഉപേക്ഷിക്കുകയാണ്. ചെലവ് കൂടുന്നു എന്ന ഭീതിയും ഇതിനു പിന്നിലുണ്ട്. ഡിമെൻഷ്യ രോഗനിർണയം നടത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രോഗികൾക്ക് അവർ എവിടെയാണ് ചികിത്സ നൽകേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനും ഉത്കണ്ഠയും വിഷാദവും ഉള്ളവർക്കായി സംസാരിക്കുന്ന ചികിത്സകളുടെ ഉപയോഗം വിപുലീകരിക്കാനുമുള്ള പ്രതിബദ്ധത കെയർ പ്രൊവൈഡർമാർ ഉപേക്ഷിക്കും. മുൻഗണനകളിലെ മാറ്റം രാജ്യത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിലാഷത്തിന് നിരക്കാത്തതാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചാരിറ്റികളും പദ്ധതികളെ വിമർശിച്ച് മുന്നറിയിപ്പ് നൽകി. ക്യാൻസർ പരിചരണം, ആശുപത്രി ചികിത്സ എന്നിവയ്ക്കായി കാത്തിരിപ്പ് സമയം കുറച്ചു നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യ സേവനത്തിന് ഉത്തരവിട്ടുകൊണ്ട് അത്തരം ആശങ്കകൾ ഇല്ലാതാക്കാൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ശ്രമിച്ചു. അതൊടുവിൽ കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയിലാണ്. NHS പരിചരണത്തിനുള്ള നീണ്ട കാലതാമസം പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയാണെന്ന് സർവേകൾ തെളിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഡിസംബറോടെ ഇംഗ്ലണ്ടിലെ 42 NHS മേഖലകളിൽ ഓരോന്നിനും പ്രത്യേക വനിതാ ഹെൽത്ത് ഹബ് ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിച്ചത് വിമർശനത്തിനിടയാക്കിയിരുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന് പോലും മുൻഗണന നൽകാതെ ലേബർ പാർട്ടി മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.